أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الرحمن الرحيم، مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم، صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. الحمد لله رب العالمين. الحمد لله العزيز الجبار المتكبر، هو الرحمن هو الرحيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم صل على محمد. ഖുർആൻ ഖത്തം തീർത്തുകൊണ്ടിരിക്കുന്ന, ഖുർആൻ ഒരു ജുസെങ്കിലും ഈ റമദാനിൽ ഓതിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? അറഫ ഓതിയിട്ടുണ്ട്. Ramadan, how many juz you finished? I finished one full khatam. ഹാഫ് റമദാൻ ആയപ്പോഴത്തേക്ക് ഖത്തം ഫുള്ള് ഖുർആൻ മുഴുവൻ ഓതി തീർത്തിരിക്കുന്നു. റമദാൻ എന്ന് പറഞ്ഞാൽ റമദാന്റെ പേരിലാണ് റമദാൻ കിടക്കുന്നത്. അവന്റെ പേരും റമദാനാണ്. അതുകൊണ്ട് തന്നെ അവന് ഖത്തം ഒന്ന് തീർത്ത് രണ്ടാമത്തേത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഹംദ എത്ര ഓതി? 8 ജുസ്. മൻഹയോ? 8. രണ്ടുപേരും 8 ജാസിൽ എത്ര ഓതി? 15. മാഷാ അല്ലാഹ്. അപ്പൊ ഒരു റമദാനില് ഒരു നോമ്പിന് ഒരു ജുസ്, അങ്ങനെ പോവാണ് ജാസില്. അറഫ 10 ജുസ്. മാഷാ അല്ലാഹ്. ഓക്കെ. അല്ലാഹുമ്മ റബ്ബന തഖബ്ബൽ മിന്ന എന്ന് എപ്പോഴും ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. നമ്മൾ ചെയ്യുന്ന അമലുകൾ അല്ലാഹ് സ്വീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, ഓതിക്കൊണ്ടേയിരിക്കുക. 3 കാര്യങ്ങൾ ചെയ്യാനുള്ളത് ഖുർആനുമായിട്ട് ബന്ധപ്പെട്ട്. ഒന്ന്, ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുക, ഓതിക്കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തത് അത് ഹഫ്ള് ചെയ്തുകൊണ്ടേയിരിക്കുക. മൂന്നാമത്തത് അത് മനസ്സിലാക്കുക, അഥവാ തഫ്സീർ, അത് മനസ്സിലാക്കിയിട്ട് എന്താണ് അതിൻ്റെ ആശയങ്ങൾ എന്ന് മനസ്സിലാക്കുക. ഓക്കെ. ഇന്ന് നമ്മൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് സൂറത്തുൽ ബഖറയാണ്. ബഖറയിലെ ആദ്യത്തെ 5 ആയത്തുകളാണ് നമ്മൾ ഇന്ന് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പ് നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ, 3 ക്വസ്റ്റ്യൻ ഉണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യൻ്റെ ആൻസർ അറിയുമോ എന്ന് നോക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 1, വാട്ട് ഈസ് ഖുർആൻ? എന്താണ് ഖുർആൻ? ക്വസ്റ്റ്യൻ നമ്പർ 2, വൈ? എന്ത് പർപ്പസിനാണ് ഖുർആൻ? എന്തിനാണ് ഖുർആൻ? എന്താണ് ഖുർആൻ? എന്തിനാണ് ഖുർആൻ? ആർക്കാണ് ഖുർആൻ യൂസ്ഫുൾ ആവുക? മറിയം ഫോണ് ലാൻഡ്സ്കേപ്പിൽ വെക്ക്. വീഡിയോ ഓഫ് ചെയ്തിരിക്കുന്ന എല്ലാവരും വീഡിയോ ഓൺ ചെയ്ത് വെക്ക്. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്. വാട്ട് ഈസ് ഖുർആൻ? വൈ ഈസ് ഖുർആൻ? വാട്ട് ദ പർപ്പസ് ഓഫ് ഖുർആൻ? വൈ റിവീൽഡ് ദ ഹോളി ഖുർആൻ? വാട്ട് ഈസ് ഖുർആൻ? മഹ്ഫൂസ്. To read. എന്തിനാണ് ഖുർആൻ എന്ന് പറയുമ്പോൾ വായിക്കാൻ അല്ല, വായിക്കാനാണ് ഖുർആൻ. ബട്ട് ഖുർആൻ എന്തിനാണ് ഖുർആൻ എന്നുള്ളതിന് അതിന്റെ ആൻസറും ആയിട്ടില്ല. ടു റീഡ് എന്നുള്ളത് മഹ്ഫൂസ്. വാട്ട് ഈസ് ഖുർആൻ? എന്താണ് ഖുർആൻ? ലൈഫിലുള്ള ഇൻസ്ട്രക്ഷൻസ്. കണ്ടന്റ് ഓഫ് ഖുർആൻ ആണ് നീ പറഞ്ഞത്. എന്താണ് പിന്നെ ഖുർആന്റെ കണ്ടന്റ് എന്നാണ് പറഞ്ഞത്. വാട്ട് ഈസ് ഖുർആൻ? എന്താണ് ഖുർആൻ? പിശാചിന്റെ അടുത്തുനിന്ന് വിടട്ടാൻ, പിശാചിൽ നിന്ന് രക്ഷപ്പെടാൻ. നോ. റമദാൻ, The last book. ദ ലാസ്റ്റ് ബുക്ക് ആണ് ഖുർആൻ. ഇതൊക്കെ ശരിയാണ്. പിശാചിന്റെ അടുത്ത് നിന്ന് വിട കിട്ടാനും ഓതാനും ഒക്കെയാണ്. പക്ഷെ എന്താണ് ഖുർആൻ? വാട്ട് ഈസ് ഖുർആൻ? മൻഹ? അല്ലാഹുവിന്റെ കലാം. കറക്റ്റ് ആൻസർ കലാമുല്ലാഹ്. The words of Almighty Allah subhanahu wa ta'ala. അള്ളാഹുവിന്റെ വാക്കുകളാണ് ഖുർആൻ. അല്ലെ? നിങ്ങൾ ബുക്ക് വായിച്ചിട്ടില്ലേ? സ്കൂളിലെ ബുക്സ് വായിച്ചിട്ടില്ലേ? എത്ര പീരീഡ് ഉണ്ട് സ്കൂളിൽ? എത്ര സബ്ജക്റ്റ് ഉണ്ട്? എല്ലാ ബുക്കിന്റെ പിന്നിൽ ഒരു ഓഥർ ഉണ്ട്, അതോറിറ്റി ഉണ്ട്. അത് എഴുതിയിട്ടുള്ള ആൾ, റിട്ടൺ ബൈ ആളുണ്ടാവും. റിട്ടൺ ബൈ ഇല്ലാത്ത ഈ ലോകത്തിലെ ഏക അത്ഭുതം വിശുദ്ധ ഖുർആൻ മാത്രമാണ്. ഇനി റിട്ടൺ ബൈ ആളില്ല. റിട്ടൺ ബൈ
അല്ല, റിവീൽഡ് ബൈ അള്ളാഹു സുബ്ഹാനഹു വ തആല. അള്ളാഹു അവതരിപ്പിച്ച അള്ളാഹുവിന്റെ കലാമാണ്. അപ്പൊ വാട്ട് ഈസ് ഖുർആൻ എന്നുള്ളതിന്റെ മീനിങ് കിട്ടി, ശരിയല്ലേ? ഇനി വൈ, എന്തിനാണ് ഖുർആൻ? എന്താ ഖുർആൻ? അള്ളാന്റെ കലാമാണ്. ഈ അള്ളാന്റെ കലാമ് എന്തിനാണ്? അതിന്റെ ഉദ്ദേശം എന്താണ്? ആ, റൂൾസ് ഫോളോ ചെയ്ത് പോവാൻ. റൂൾസ് ഫോളോ ചെയ്യുവാൻ പോരാ, ആൻസർ കറക്റ്റ് അല്ല. ദെൻ ആഫിയ, എന്തിനാണ് ഖുർആൻ? നോ. നെക്സ്റ്റ് ആരെങ്കിലും പറയാനുണ്ടോ? റിൻഷാദ് ഫോൺ ലാൻഡ്സ്കേപ്പ് വെക്ക്, നസീം മുഹമ്മദ് ലാൻഡ്സ്കേപ്പ് വെച്ച്, അഹമ്മദ് ഡാനിഷ് കീപ്പ് ലാൻഡ്സ്കേപ്പ്, മുഹമ്മദ് ഇഷാൻ, സിയ ഫാത്തിമ ഒക്കെ ഫോൺ തിരിച്ചിട്ട് വെക്കുക, ചെരിച്ച് വെക്കുക, വീഡിയോ ഓൺ ആക്കി വെക്കുക, ഫിക്സ് ചെയ്ത് വെക്കുക, ടച്ച് ചെയ്യാതിരിക്കുക. മൊബൈൽ യൂസ് ചെയ്യുന്നവർ കൈ കൊണ്ട് ഒരിക്കലും ഫോൺ ടച്ച് ചെയ്യരുത്. ഈ ക്ലാസ്സിലിരിക്കുമ്പോൾ പ്രത്യേകിച്ച് ഇബ്ലീസ് നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് അല്ലേ? ഓക്കെ, അവിടെ ജാസില്, എന്തിനാണ് ഖുർആൻ? ലോക അവസാനം വരെയുള്ള മുസ്ലിമുകൾക്ക് നേരം പോലെ ജീവിക്കാം. ആ, അതിനെ നമുക്ക് ഒന്ന് മോഡിഫൈ ചെയ്താൽ വഴി കാണിക്കാൻ. ഹുദ, ഹുദൻ ലിന്നാസ്. ഹുദ, ഹുദ എന്ന് പറഞ്ഞാൽ കിട്ടുന്നു? ഹുദ എന്ന് പറഞ്ഞ ഒരു കുട്ടിയോട് വന്നിട്ടുണ്ടോ? ഇല്ല. ഹുദ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹുദയുടെ മീനിങ് എന്താണ്? സന്മാർഗം, നല്ല വഴി, ശരിയായ വഴി, വെളിച്ചമുള്ള വഴി. ഹുദ ഉണ്ടാവാൻ, ഹുദ കാണിക്കാനാണ് ഖുർആൻ. ഹുദൻ ലിന്നാസ്, വെളിച്ചമില്ലാത്ത ഒരു ഡാർക്ക് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നമുക്ക് നടക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു ഇരുട്ടുള്ള ഒരു വഴിയിലൂടെ നമ്മൾ ഇങ്ങനെ പോവുകയാണ്, നമുക്ക് ഗൈഡൻസ് ഇല്ല. അങ്ങനെയുള്ള ഗൈഡൻസ് ആണ് ടു ഗൈഡ് എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ വാട്ട് ഈസ് ഖുർആൻ? കലാമുള്ള. വൈ ഈസ് ഖുർആൻ? ടു ഗൈഡ്. ഇനിയാണ് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ അല്ലെ? അവിടെ ഏതാ? അവിടെ ടൈം എത്രയാ റമദാന്? അവിടെ ടൈം എത്രയാ? നോമ്പുള്ളവരും നോമ്പില്ലാത്തവരും ഇപ്പൊ ഉണ്ട്, അതാ പ്രശ്നം. നോമ്പുള്ളവര് നല്ല Pardon? ടൈം. Oh, 1:42. അപ്പൊ അവിടെ ഉച്ചയായിട്ടേ ഉള്ളൂ അല്ലെ? യു എയിലുള്ള നോമ്പുകാരൊക്കെ വളരെ മിണ്ടാതെ ഇങ്ങനെ ടയർഡായി ചാരി ഇരുന്ന് ക്ഷീണിച്ചിരിക്കുകയാണ്. ഓക്കെ, നാട്ടിലുള്ളവരൊക്കെ ഫുഡൊക്കെ കഴിച്ച് നോമ്പൊക്കെ തുറന്ന് മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞിട്ടാണ് മീറ്റിംഗിൽ ഇരിക്കുന്നത് അല്ലെ? ഓക്കെ, മിൻഹ ഫോണ് ലാൻഡ്സ്കേപ്പിൽ വെക്ക്, റിഷാദ് ഫോണ് ലാൻഡ്സ്കേപ്പിൽ വെച്ചിട്ട് ഒരു സ്ഥലത്ത് ഫിക്സ് ചെയ്ത് വെക്ക്. ഓക്കെ, ശ്രദ്ധിക്കുക. നമ്പർ 1, വാട്ട് ഈസ് ഖുർആൻ? ഖുർആൻ അള്ളാഹ്, കലാമുല്ലാഹ്, അള്ളാഹുവിന്റെ വേർഡ്സ് ഓഫ് അൽമൈറ്റി സുബ്ഹാനഹു വ തആല. വൈ ഈസ് ഖുർആൻ? ടു ഗൈഡ്. ഓക്കെ, ഇനി അടുത്ത പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ, ആർക്കാണ് ഖുർആൻ ഗൈഡ് ചെയ്യുക? എല്ലാവർക്കും ഗൈഡ് ചെയ്യും, ബട്ട് അത് യൂസ്ഫുൾ ആവുക, അതിന്റെ ബെനിഫിറ്റ് കിട്ടുക ആർക്കാണ്? ബെനിഫിഷ്യറീസ്. പറ, പുതിയ ആളുകൾ പറ, ഇതുവരെ പറയാത്തവര് പറ. സൽമാനെ, ഒരു മിനിറ്റ്. താലിഫ് ഒന്ന് പറഞ്ഞേ, എന്റെ ക്വസ്റ്റ്യൻ എന്താണ്? അതാ ഞാൻ പറഞ്ഞത്, കോൺഷ്യസ് മൈൻഡിൽ ഇരിക്കണം എന്ന് ക്ലാസ്സിൽ ഇരിക്കുമ്പോ. സൽമാനും സാലിഫും പിന്നെ ഇരിക്കുന്ന ഒരുപോലെ ആയിരിക്കും, പക്ഷെ ഒരാള് ഇവിടെ ഉണ്ടാവും, ഒരാള് ഡ്രീം വേൾഡിലായിരിക്കും അല്ലെ? അപ്പൊ ക്വസ്റ്റ്യൻ എന്താണ് അറിയില്ലല്ലോ? സൽമാന്, സാലിഫിന് അറിയില്ലല്ലോ? ഇല്ല. ഓക്കെ, സൽമാന് പറ. നമുക്ക് സ്വർഗത്തിൽ പോകാൻ വേണ്ടി. നമുക്ക് സ്വർഗത്തിൽ പോകാൻ വേണ്ടിയിട്ട് എന്നല്ല ചോദ്യം. ഒന്നുകൂടെ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാം. ഖുർആൻ ആർക്കാണ്, ഏത് പീപ്പിൾസിനാണ് അത് യൂസ്ഫുൾ ആവുക? എല്ലാവർക്കും അത് യൂസ്ഫുൾ ആവില്ല. ഇപ്പൊ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ച്, ഖുർആൻ മുഴുവനും അർത്ഥസഹിതം തഫ്സീറോടുകൂടെ പഠിച്ച ആളുകളും നരകത്തിൽ നാളെ പോകേണ്ടി വരും. കാരണം ആർക്കായിരിക്കും അത് യൂസ്ഫുൾ ആവുക? മിൻഹ, ഇസ്ലാം സ്വീകരിച്ചവർക്കും സത്യവിശ്വാസികൾക്ക്. ഇസ്ലാം സ്വീകരിച്ച മുസ്ലിങ്ങളായ എല്ലാവർക്കും സ്വർഗത്തിൽ പോകാൻ സാധിക്കുകയില്ല. ആർക്കാണ് അത് യൂസ്ഫുൾ ആവുക? അതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. സൂറത്തുൽ ബഖറയിലെ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലിഫ് ലാം
അലിഫ് ലാം മീം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മീനിങ് എന്താ കിട്ടുമോ? ജസ്റ്റ് ഒരു അറ്റൻഷൻ, അതിനൊരു പ്രത്യേകമായ ഒരു മീനിങ് ഒന്നുമില്ല, എന്നാൽ അത് ജസ്റ്റ് എ ബിഗിനിങ്. ഓക്കെ, കിതാബ് അർത്ഥം പറഞ്ഞേ. എല്ലാവരും മദ്രസയെ പഠിച്ചവരാണ്, അറബി അത്യാവശ്യം അറിയുന്നവരാണ്. കിതാബ് അർത്ഥം പറഞ്ഞേ. കിതാബിന്റെ മീനിങ് അറിയുന്നവരൊക്കെ കൈപ്പൊക്കെ. കിതാബ്, കിതാബിന്റെ മീനിങ് അറിയുന്നവര്. എന്താ തിഫെ? ബുക്ക്. ലാലിക്കന്റെ മീനിങ് അറിയുന്നവര്? ആ ഷഹസാദ്. ഇത് ആ ഇത് ഇസ് എ ബുക്ക്. ലാലിക്കൽ കിതാബ് എങ്ങനെയുള്ള ബുക്കാണ്? ലാ റൈബ ഫീ ഹുദൻ ലിൽ മുത്തഖീൻ. മീനിങ് പറഞ്ഞേ. നേരത്തെ ഹുദ എന്താന്ന് പറഞ്ഞു. ഹുദ ആർക്കാണ് ഹുദാവുക? ഈ ബുക്ക് കൊണ്ട് ഹുദയാവുക ആർക്കാണ്? ലിൽ മുത്തഖീൻ. ഈ ബുക്ക് ആർക്കാണ് ഹുദയാവുക? ലിൽ മുത്തഖീൻ. ഷെസാനോടാണ് അടുത്ത ചോദ്യം. ഷെസാന്, ഈ ബുക്ക് ഖുർആൻ ആർക്കാണ് ഹുദയാവുക? എന്തോ ഒരു കഷ്ടമാണ് ഇല്ലേ? ഞാൻ 2 പ്രാവശ്യം ആവർത്തിച്ച് റിപ്പീറ്റ് ചെയ്ത ഒരു കാര്യം പറയുന്നു, എന്നിട്ട് ചോദ്യം ചോദിക്കുന്നു, ഉത്തരം കിട്ടുന്നില്ല. ഷെസാനെ കാര്യമായ തകരാറുണ്ട്, ശ്രദ്ധിക്കുന്നില്ല, അറ്റൻഷൻ ഇല്ല. അടുത്തത് ചോദ്യം, ജാൻ അഹമ്മദ്, ആർക്കാണ് ഹുദയാവുക? മുത്തഖീങ്ങൾക്ക്. അയ്യോ, ഒരാള് പറഞ്ഞു, ശ്രദ്ധിച്ചല്ലോ. ഹുദൻ ലിൽ മുത്തഖീൻ, തഖ്വയുള്ളവർക്കാണ് ഇത് ഹുദയാവുക. നോക്കൂ, ക്ലാസ്സിൽ ഇരിക്കുന്നവരെ ഇവിടെ ശ്രദ്ധിക്കുക. നിങ്ങൾ ഇരുന്നാൽ പോരാ, നിങ്ങളുടെ അറ്റൻഷൻ ഇവിടെ വേണം. 3 കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന്, വാട്ട് ഈസ് ഖുർആൻ, അത് പറഞ്ഞു കഴിഞ്ഞു. വൈ ഈസ് ഖുർആൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി ആർക്കാണ് അത് യൂസ്ഫുൾ ആവുക എന്നതാണ് ചോദ്യം. ഓക്കെ, ആ ചോദ്യം തന്നെ ഞാൻ വീണ്ടും ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചു നോക്കുക. അഷ്ഫാഖ്, ആർക്കാണ് ഹുദയാവുക? മുത്തഖീങ്ങൾക്ക്. മുത്തഖി എന്ന വേർഡിന്റെ മീനിങ് എന്താണ്? മുത്തഖി എന്ന് പറഞ്ഞാൽ ആരാണ്? സാലിഫെ, എന്തോ സാർ? മുത്തഖീം എന്ന് പറഞ്ഞു. ആ മുത്തഖീം എന്ന് പറഞ്ഞു. എന്താണ്, ആരാണ്, എന്താണ് വാട്ട് ഈസ് എക്സ്പ്ലെയിൻ? ഖുർആൻ ഫുള്ള് ഖത്തമാണ്. ഖത്തം ഓതിയ ആളിനെയാണ് മുത്തഖി എന്ന് പറയാന്നാണ് അവൻ പറയുന്നത്. അതല്ല, ഖത്തം ഓതിയ ആളല്ല മുത്തഖി എന്ന് പറഞ്ഞാൽ. ആ ജാന്, ആ തഖ്വയുള്ള ആളാണ് മുത്തഖി. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ വീണ്ടും വന്നു, എന്താണ് തഖ്വ? ആ റമദാൻ. Taqwa is when you fear Allah subhanahu wa ta'ala. അള്ളാഹുവിനെ ഫിയർ, പേടിയാണ് തഖ്വ എന്ന് പറഞ്ഞു. പേടി എന്നുള്ള ഒറ്റ വാക്കിൽ നമുക്ക് പറയാൻ പറ്റില്ല, ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പറയണം. മഹ്ഫൂസ്, തഖ്വ എന്താണ് തഖ്വ? അള്ളാഹു എല്ലാം കാണുന്നുണ്ട് എന്നുള്ളൊരു പേടി. ഇഹ്സാൻ, അതിന് നമ്മൾ ഇഹ്സാൻ എന്ന് പറയാം. നമ്മൾ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു നമ്മെ സദാ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്ന ആ ഒരു കാഴ്ചപ്പാടിനെ നമുക്ക് ഇഹ്സാൻ എന്ന് പറയാം. തഖ്വ എന്ന് പറഞ്ഞാൽ ഒറ്റ വേർഡിൽ പറയാൻ കഴിയില്ല, ഒറ്റ വാക്കിൽ പറയാൻ കഴിയില്ല. അപ്പൊ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയേണ്ടി വരും. തഖ്വയെ പറ്റി ഉമർ റളിയല്ലാഹു അൻഹു, എത്രാമത്തെ ഖലീഫയാണ് ഉമർ റളിയല്ലാഹു അൻഹു? 1 2 3 4 നമ്പർ കാണിച്ചാൽ മതി, വിരലുകൊണ്ട് കാണിക്കും, എല്ലാവരും കാണിക്കും. എത്രാമത്തെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം. ഇന്നത്തെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അല്ലെ? ഇന്ന് ക്വിസ് ചെയ്തവർക്ക് അറിയാം അല്ലെ? ഇന്നത്തെ ക്വിസ് നിങ്ങൾ ചെയ്തില്ലേ എല്ലാവരും? ഇല്ലേ? ഇന്നത്തെ ക്വിസ് ചെയ്തവരൊക്കെ ഒന്ന് കൈപൊക്കി. ഇന്നത്തെ ക്വിസ് ചെയ്തവര് കൈപൊക്കി. 30 ആണല്ലോ. ചെയ്തവര് കുറച്ച് 2-3 പേരേ ഉള്ളൂ അല്ലെ? ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു 3 മിനിറ്റ് ഞാൻ ക്വിസിന് വേണ്ടി മാറ്റി വെക്കാണ് മീറ്റിങ്ങിന്റെ ഇടയിൽ. ഇതാ, ഒന്ന് ജോയിൻ ചെയ്ത എല്ലാവരും ക്വിസിസ് ആപ്പ് തുറക്കുക. 0872. ഇന്ന് ഇപ്പൊ ഏറ്റവും സ്കോർ, ഈ ലൈവ് ആയിട്ട് ഏറ്റവും കൂടുതൽ സ്കോർ ആയിരിക്കും കിട്ടുക, നമ്മൾ നോക്കാൻ പോവാണ്. ഓക്കെ, ഇപ്പൊ എല്ലാവരും ജോയിൻ ചെയ്യുക. എന്നിട്ട് ഇപ്പൊ ഒരു 2 മിനിറ്റ് കൊണ്ട് നമ്മൾ എല്ലാവരും ഇത് പ്ലേ ചെയ്യുക. എന്നിട്ട് ആരാ വിൻ ചെയ്യാന്ന്. ഇത് ഒന്നും അറിയാത്ത ആളുകൾ ശ്രദ്ധിക്കുക. നിങ്ങൾ വെറുതെ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക, എന്നിട്ട് joinmyquiz.com എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ
അപ്പോൾ വരുന്ന ഒരു സ്പേസ് ഉണ്ട്. അവിടെ നിങ്ങൾ നിങ്ങളുടെ ഈ പാസ്കോഡ് 087296 എന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് പ്ലേ ചെയ്യുക. ഏറ്റവും കൂടുതൽ ഇന്ന് ഇപ്പോൾ ഈ സ്പോട്ടിലായിരിക്കാണ് പോയിന്റ് കിട്ടുക, ഫസ്റ്റ് റാങ്കിൽ ആരാ വരിക എന്നാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. 087296 കോഡ് ഒന്നുകൂടെ പറയാം. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തവര് പറയാ, ഒന്നുകൂടെ ശ്രദ്ധിക്കുക. നിങ്ങൾ എല്ലാവരും ഇപ്പോൾ തന്നെ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ തുറന്നിട്ട് ജോയിൻ മൈ ക്വിസ് അല്ലെങ്കിൽ ക്വിസീസ് എന്ന് അടിച്ചാലും കിട്ടും. joinmyquiz.com എന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് ക്വിസീസിന്റെ ഒരു കോളം വരും. അവിടെ നമുക്ക് നമ്പർ ടൈപ്പ് ചെയ്യാനുള്ള അവിടെ 087296 എന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് ഇതിൽ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലാസ്റ്റ് സ്കോർ എത്രയെന്ന് നിങ്ങൾ പറയണം. ഗെയിം എൻഡ് ആവുമ്പോൾ സ്കോർ പറയണം. ഓക്കെ, നമ്പർ ഞാൻ ഇനി പറയണോ? 087296 087296 087296 നമ്പർ ഇവിടെ മേലെ ഉണ്ട് കേട്ടോ. ടോപ്പിൽ ഇവിടെ ഉണ്ട് നമ്പർ. ഞാനിനി ഇപ്പൊ ടോപ്പിലേക്ക് ആരാ വരുന്നത് നോക്കട്ടെ. താഴെ നിന്ന് ഇങ്ങനെ ശരിയാക്കി വരുന്നവർ ഇവരൊക്കെ ഇപ്പൊ ജോയിൻ ചെയ്തതായിരിക്കും. മിസബ് കലാം കയറി ഇങ്ങനെ വരും. എന്നിട്ട് ഏറ്റവും ഇവിടെ ടോപ്പ് വന്നത് 39,630 പോയിന്റ് ആണ് ഏറ്റവും ടോപ്പിൽ വന്നത്. ഇവിടെ ഉണ്ട് കേട്ടോ, ക്വിസ് കോഡ് ഇവിടെ ഉണ്ട് 087296. മൂന്ന് മിനിറ്റ് നമ്മൾ ടൈം എടുക്കുന്നത്. ഇതുവരെ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ജോയിൻ ചെയ്യുക. 087296. ഹിബാണ്. ഹിബ ഏറ്റവും ടോപ്പിലെത്തിയില്ല. ഫായിസ് അഷ്റഫ് ടോപ്പിലേക്ക് വന്നു. ആതിഫ് വരുന്നുണ്ട്. നായിം, അറഫ, ആതിഫ്, അബ്ദുൽ അസീസ്, റമദാൻ, അറഫ ഓരോരുത്തരെ സ്ട്രൈക്ക് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഷഹസാദ്, ഷെസാന്, ജാസിൽ മുഹമ്മദ്, ഇൻഷ മറിയം, റിസ്വാൻ, മിസബ് കലാം, സാലിഫ്, ആഫിയ, $39,000 ആണ് ഏറ്റവും ടോപ്പ് സ്കോർ വന്ന്. ഒരു കുട്ടിക്ക് ഇത് പറഞ്ഞ് മനസ്സിലായില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ ഗൂഗിൾ ഓപ്പൺ ചെയ്യാം. സൂമിൽ നിന്ന് ഔട്ട് ആവാതെ തന്നെ സൂം അവിടെ വെച്ചുകൊണ്ട് ഗൂഗിൾ ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഇങ്ങനെ അടിക്കുക. ഇവിടെ കാണുന്നുണ്ട് സ്ക്രീനിൽ joinmyquiz.com എന്ന് ടൈപ്പ് ചെയ്യാം. എന്നിട്ട് 087296 എന്ന് ടൈപ്പ് ചെയ്യാം.
ആരെങ്കിലും ഫിനിഷ് ചെയ്തോ? അറഫ ഫിനിഷ്ഡ്? How much you got? How many score? How much? You don't know. Okay. Ramadan got 4th place now. Arafa, you can see your name. Arafa 14th place, 17,200. Look, Arafa, this much, these mistakes, this red mean mistakes. Okay, if you want to play, you can play it again. Okay, ആർക്കെങ്കിലും ഒന്നുകൂടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ചെയ്യാം കേട്ടോ. 83 പാർട്ടിസിപ്പൻസ് ആയി. നമ്മളെ പ്രോഗ്രാം യൂട്യൂബിൽ കാണുന്നവരുണ്ടാവും, അവരും ജോയിൻ ആയിട്ടുണ്ടാവും. ആരാ പേര് ഇങ്ങനെ ഇട്ട് വന്ന്? നിങ്ങളുടെ പേരെ കൊടുക്കാവോ? $91. ടോപ്പിൽ വന്ന് 38,000 റമദാനാണ് സെക്കൻഡ് പ്ലേസിൽ വന്നത്. സിദ്ദീഖ് എന്ന് പറഞ്ഞ ആൾ ഇവിടെ ഇല്ല. അപ്പോൾ ഇപ്പൊ നിലവിൽ റമദാനാണ് ഏറ്റവും ടോപ്പിലേക്ക് വന്നത്. ഓക്കെ, ഇനി നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഇത് ക്വിസ് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഫിനിഷിങ് ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്വിസ് ചെയ്യാം. ഇപ്പൊ നമ്മൾ ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ജസ്റ്റ് നിങ്ങളത് എൻഡ് ചെയ്യാതെ മിനിമൈസ് ചെയ്ത് വെച്ചാൽ മതി, നിങ്ങൾക്ക് തന്നെ ബാക്കി പ്ലേ ചെയ്യാം. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ക്വിസ് കണ്ടിന്യൂ ചെയ്യാം. ക്ലാസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. ഇപ്പോഴത്തെ വിന്നർ റമദാനാണ്, അവരാണ് സെക്കൻഡ് പ്ലേസിൽ. ഞാൻ ഒന്നുകൂടെ തന്നെ സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിക്കാം, നിങ്ങൾ ഇങ്ങോട്ട് നോക്കൂ. ഇപ്പൊ ഏറ്റവും ടോപ്പിൽ വന്നത് 91 പാർട്ടിസിപ്പൻസ് ഉണ്ടായതിൽ റമദാനാണ് ഏറ്റവും ടോപ്പിൽ വന്നത്. 38,650 പോയിന്റ്സ് ആണ് അവന് കിട്ടിയത്. ഓക്കെ, നിങ്ങൾക്ക് ഇനി ഫ്രീ ടൈമിൽ ചെയ്ത് ചെയ്യാം. ഇത് നിങ്ങളെ ആരെങ്കിലും കംപ്ലീറ്റ് ആൻസർ കറക്റ്റ് ആയാൽ നിങ്ങളുടെ ഒരു ഫോട്ടോ, നിങ്ങളുടെ പേര് എനിക്ക് അയച്ചു തരാം. നിങ്ങൾക്ക് അതിന് സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഡെയിലി നമ്മൾ സർട്ടിഫിക്കറ്റ് അതിന് കൊടുക്കുന്നുണ്ട്. ഓക്കെ, നമ്മുടെ പോയിന്റിലേക്ക് വരിക. വാട്ട് ഈസ് ഖുർആൻ? ഫോൺ എല്ലാവരും ലാൻഡ്സ്കേപ്പിൽ വെച്ച് വീഡിയോ ഓൺ ചെയ്ത് എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിക്ക്. ഓക്കെ, ഇനി നമുക്ക് 2 സെഷനാണ് ഉള്ളത്. നമുക്ക് ഇന്ന് സൂറത്തുൽ ബഖറയുടെ ആദ്യത്തെ പേജിലെ 5 ആയത്തുകൾ പറയണം. പ്ലസ് നമുക്ക് കുറച്ച് ഇന്ററാക്റ്റീവ് സെഷൻ ഉണ്ട്. ഒക്കെ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് 15 മിനിറ്റിൻ്റെ ഉള്ളിൽ എല്ലാം കഴിയണം. അപ്പോൾ വളരെയധികം ശ്രദ്ധിച്ചിരിക്കുക, നേരെ ഇരിക്കുക, അറ്റൻഷനിലിരിക്കുക. വാട്ട് ഈസ് ഖുർആൻ? ഖുർആൻ ഈസ് കലാമുല്ലാഹ്, അള്ളാന്റെ വാക്കുകളാണ് ഖുർആൻ. വൈ ഈസ് ഖുർആൻ? ടു ഗൈഡ്, ഹുദൻ ലിന്നാസ്. ഇനി ആർക്കാണ് ഹുദയാവുക? ഹുദൻ ലിൽ മുത്തഖീൻ. അതാണ് 3 കാര്യങ്ങൾ പറഞ്ഞത്. മനസ്സിലായല്ലോ? ഇങ്ങനെ 3 കാണിച്ച എല്ലാവരും 3 കാണിച്ചേ, ഇതാ ഇങ്ങനെ കാണിച്ചേ. ഓക്കെ, അയാനെ ആ 3 കാര്യങ്ങളൊന്നും പറഞ്ഞേ, ട്രൈ. പറഞ്ഞു നോക്ക്. നമ്പർ 1, 2, 3 നമ്മൾ പറഞ്ഞ 3 കാര്യങ്ങൾ. അയാനെ ഫുൾ ക്ലാസ്സിൽ ഇല്ലായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, ഇനി ആർക്കാ 3 കാര്യങ്ങൾ പറയാൻ പറ്റുക? ക്ലാസ് ശരിക്കും ശ്രദ്ധിച്ചവർക്കേ പറയാൻ പറ്റുള്ളൂ. മഹ്ഫൂസ് പറഞ്ഞോ. ആർക്കാണ് ഖുർആൻ വേണ്ടത്? ഓക്കെ, ആർക്കാ? വാട്ട് ഈസ് ഹുദ? എന്തിനാണ് ഖുർആൻ? ഓക്കെ, ഒരു കാര്യം ചെയ്യാം. 3 ക്വസ്റ്റ്യൻ മാത്രം പറയാം, ആൻസർ പറയണ്ട. ക്വസ്റ്റ്യൻ മാത്രം ആർക്ക് പറയാൻ പറ്റും? ഞാൻ ഇപ്പൊ 3 ക്വസ്റ്റ്യനും 3 ആൻസറും പറഞ്ഞു കഴിഞ്ഞു. ആർക്കാണ് ഈ ക്ലാസ്സിൽ ശരിക്കും ശ്രദ്ധിച്ച് ആർക്കെങ്കിലും ഒരാൾക്ക് പറയാൻ പറ്റുമോ? വാട്ട് ഈസ് ദാറ്റ് 3 ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്? ക്വസ്റ്റ്യൻസ് ഓക്കെ, എന്നാ പറഞ്ഞേ. വാട്ട് ഈസ് ഖുർആൻ? ഓക്കെ, ഖുർആൻ ആർക്കാ വേണ്ടത്? പിന്നെ വാട്ട് ഈസ് തഖ്വ? വാട്ട് ഈസ് തഖ്വ അല്ല, ചെറിയ ഡിഫറൻറ്റ് ഉണ്ട്.
What is Muttaqin? വാട്ട് വൈ എന്തിന് വേണ്ടിയാണ് ഖുർആൻ, എന്താണ് ഖുർആൻ, വാട്ട് ഈസ് ഖുർആൻ, എന്താണ് ഖുർആൻ, വാട്ട് ദ പർപ്പസ് ഓഫ് ഖുർആൻ, ആർക്കാണ് ഖുർആൻ യൂസ്ഫുൾ ആവുക. ഇതാണ് 3 ക്വസ്റ്റ്യൻസ്. ഇനി എല്ലാരും പറയൂലേ? ഈ ക്വസ്റ്റ്യൻസ് എല്ലാവരും ഒന്നും പറയില്ല. അതൊന്ന് ഓർമ്മിച്ച് വെക്കുക. ഞാൻ ഒരു വട്ടോട്ട് പറയാം, എന്നിട്ട് ഞാൻ ഒരാളോട് ചോദിക്കുക, അയാൾ എനിക്ക് പറഞ്ഞു തരണം. ഓക്കെ, ഹലോ, ശ്രദ്ധിക്കണേ. നമ്പർ 1, വാട്ട് ഈസ് ഖുർആൻ. നമ്പർ 2, വൈ ഈസ് ഖുർആൻ. നമ്പർ 3, ആർക്കാണത് ഖുർആൻ യൂസ്ഫുൾ ആവുക, ബെനിഫിറ്റബിൾ ആവുക. ഓക്കെ, ആർക്കാ പറയാൻ പറ്റുക? Who can say? ജൗഹർ. First, what is Quran? ആ Second, why is Quran? ഓക്കെ, Third, ആർക്കാണ് അത് യൂസ്ഫുൾ ആവുക. ഓക്കെ, ഇതിന്റെ 3ന്റെ ആൻസർ ആയിരിക്കും പറയാൻ പറ്റും? 3ന്റെ ആൻസർ ആയിരിക്കും പറയാൻ പറ്റും? Who can answer? ഓക്കെ, ഹംദ, മൻഹ. എന്തിനാണ് ഖുർആൻ? എന്താണ് ഖുർആൻ? എന്താണ് ഖുർആൻ? Kalam. എന്തിനാണ് ഖുർആൻ? To guide. To guide. ടു ഗൈഡ്. ഓക്കെ, ആർക്കാണ് അത് യൂസ്ഫുൾ ആവുക? Muttaqin. മുത്തഖികൾക്കാണ്. എന്താണ് തഖ്വ? എന്താണ് തഖ്വ? അത് പറഞ്ഞപ്പോഴാണ് നമ്മൾ ഉമർ റളിയല്ലാഹു അൻഹു തഖ്വയെ പറ്റി പറഞ്ഞ ഒരു കാര്യം പറയുന്നത്. തഖ്വ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഫോറസ്റ്റിൽ പോയവരൊക്കെ കൈപൊക്ക്. ഫോറസ്റ്റ് കണ്ടവർ കൈപൊക്ക്. ഫോറസ്റ്റ് നിങ്ങൾ കണ്ടതിൽ ഏറ്റവും പേടിപ്പെടുത്തുന്ന ഫോറസ്റ്റ് ഏതാണ്? അങ്ങനെയല്ല, ഏറ്റവും നല്ല ഫോറസ്റ്റ് ഏതാണ്? ഐഷാൻ ഏതാ കണ്ടത്? ഫോറസ്റ്റിന്റെ പേരൊന്നും എനിക്ക് അറിയില്ല. പക്ഷെ അവിടെ ഫുള്ള് ഇരുട്ട് മൂടിയിട്ട് ആകെ ഇതായിരുന്നു. ഡാർക്ക് ആയിട്ട്. അവിടെ ലൈറ്റ് ഒന്നും ഉണ്ടാവില്ലല്ലോ, ഫോറസ്റ്റ് അല്ലേ. അവിടെ സാലിഫ് സൽമാൻ ഏതാ കണ്ടത്? ഞങ്ങള് ഫോറസ്റ്റിന്റെ അവിടെ ഏതോ നാട്ടിലായിരുന്നു ഞങ്ങള്. സമയത്ത് ഞങ്ങളുടെ അടുത്ത് തന്നെ ഒരു ഫോറസ്റ്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ അത് എനിക്ക് പേടിയാ. ഓക്കെ, പേടിയായി എന്നാണ്. പേരറിയില്ല. അസ്മ അഷ്റഫ്, നീ കാട് കണ്ടണ? കാട് കാട് കണ്ടവരാണ് എല്ലാവരും അല്ലെ? എന്താണ് സാറേ, ബന്ദിപ്പൂര് കാടാവും. അങ്ങനെ നിങ്ങൾ കണ്ടിട്ടുള്ള കാടുകളിൽ വെച്ച് ഏറ്റവും വിജനമായ ഒരു കാട്ടിലേക്ക് നിങ്ങൾ ഇപ്പൊ ജസ്റ്റ് ഒന്ന് ഒരു ടൂറ് പോയേ? എല്ലാരും പോയോ? അവിടെ എത്തിയോ? അവിടെ ഇറങ്ങിയോ? ഇനി അവിടെയുള്ള മരങ്ങളൊക്കെ നോക്ക്. നല്ല ട്രീസ് ഉണ്ടാവും, വലിയ ട്രീ ഉണ്ടാവും അല്ലെ? അതൊക്കെ ഇങ്ങനെ നോക്കി നിന്ന് വേഗം പോവാം. നിങ്ങൾ ഡ്രീം വേൾഡ് പോകാൻ വലിയ ഉഷാറല്ലേ? ഡ്രീം വേൾഡിൽ എത്തിയില്ലേ? ആ കാട്ടിലെത്തിയോ? ഓക്കെ, ഇനി ആ കാട്ടില് നിങ്ങൾ ഒറ്റപ്പെട്ടു പോയിന്ന് വിചാരിച്ചോ. അലോൺ അല്ലെ? വേറെ ആരുമില്ല വിചാരിച്ചോ? ഇമാജിൻ ചെയ്തോ? ആ കാട്ടിൽ നിങ്ങളല്ലാതെ വേറെ ആരുമില്ല. രാത്രിയാവാറായി, സൺലൈറ്റ് അങ്ങ് പോയി, രാത്രിയായാൽ കാട്ടിൽ നല്ല രസമുണ്ടാവും. ഒരു സൗണ്ട് കേൾക്കാം, കിരി ചീവീടുകളും പല പല ബേർഡ്സിന്റെയും, ചിലപ്പോ ലയൺ ഉണ്ടാവും, ആനയുടെ സൗണ്ട് ഉണ്ടാവും. ഇതൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ടോ? കണ്ണടച്ച് നോക്കിയേ, കേൾക്കുന്നുണ്ടോ? എന്ന് കാട്ടിൽ ഒറ്റയ്ക്ക്, രാത്രി ആരും ഇല്ലാതെ ഒറ്റയ്ക്ക് നിങ്ങൾ ഇങ്ങനെ ഒരു വലിയ മരത്തുമ്മൽ ചാരിയിട്ട് ഇങ്ങനെ പേടിച്ചിട്ട് നിൽക്കാന്ന് വിചാരിച്ചോ? നിങ്ങളുടെ ഹേർട്ട് ബീറ്റ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്, ടക് 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 ടക്. അപ്പൊ നിങ്ങൾക്ക് തോന്നി നടക്കണമെന്ന്. നടന്നിട്ട് വേഗം എങ്ങനെയെങ്കിലും കടന്ന് പുറത്തെത്തണം തോന്നി. ഓരോ ശബ്ദവും നിങ്ങളെ പേടിപ്പെടുത്തുകയാണ്. ഒരു പോയിന്റ് ലൈറ്റ് അവിടെ ഇല്ല എന്ന് വിചാരിച്ചോ. ഒരു മിന്നാമിനിങ്ങിന്റെ വെട്ടമില്ലാത്ത ഒരു സ്ഥലം ആലോചിച്ച് നോക്കൂ. മൂണിന്റെ ലൈറ്റ് പോലും കിട്ടുന്നില്ല. ഡാർക്ക് ആൻഡ് ഡാർക്ക്. ഓക്കെ, അപ്പൊ നിങ്ങൾ എങ്ങനെയായിരിക്കും നടക്കുക? ഇഷാൻ അതാ പറയണ. എങ്ങനെയായിരിക്കും നടക്കുക ഇഷാനെ? ഞാൻ ഫസ്റ്റ് സ്റ്റിക്കും കോളും എടുത്തിട്ട് ടോർച്ച് ഉണ്ടാക്കിയിട്ട് പേസ്റ്റ് ചെയ്ത് നടന്നു. അതിന് സ്റ്റിക്കൊക്കെ എടുക്കാൻ സ്റ്റിക്ക് ഏടെന്ന് അറിയണ്ടേ അല്ലെ? തപ്പിപ്പിടിച്ച് നടക്കാന്ന് പറയും അല്ലെ? ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും വളരെ സൂക്ഷിക്കണം. കാരണം ഇഴജന്തുക്കൾ പലതും ഉണ്ടാവും, പാമ്പുണ്ടാവും, പലതും ഉണ്ടാവും. അതിന്റെ മേലെ ഞാൻ ചവിട്ടിയാൽ അവര് പ്രതികരിക്കും അല്ലെ? അവര് കടിക്കും. അതുകൊണ്ട് വളരെയധികം സൂക്ഷിച്ച് ഓരോ സ്റ്റെപ്പും വെച്ച്. ചിലപ്പോൾ കുഴി ഉണ്ടാവും, വലിയ ടിപ്പായിരിക്കും, താഴോട്ട് വലിയ പാറക്കെട്ടുകളായിരിക്കാം. നമ്മൾ നടക്കുകയായിരിക്കും, ചിലപ്പോൾ വലിയ താഴോട്ട് ഡെപ്ത് ഉള്ള വലിയ സ്ഥലം, നമ്മൾ മരിച്ചു പോകും. അതുകൊണ്ട് എങ്ങനെ നമ്മൾ നടക്കോ അങ്ങനെ. ഈ കഥ പറഞ്ഞ എന്തിനാന്നറിയോ? ഇത് ഉമർ റളിയല്ലാഹു അൻഹു പറയാ, ഇങ്ങനെ ഒരു വിജനമായ ഇരുട്ടുള്ള കാട്ടില്, വലിയ ഒരു ഫോറസ്റ്റിൽ നിങ്ങൾ രാത്രി കൂരാകൂര ഇരുട്ടിൽ നടക്കുമ്പോൾ എത്ര സൂക്ഷിക്കുമോ
അത്ര സൂക്ഷ്മതയോടെ ഓരോ സ്റ്റെപ്പും വെക്കുന്നതിനെയാണ് തഖ്വ എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് അറിയില്ല, അതിന്റെ മീനിങ് മനസ്സിലാകുമെന്ന് അറിയില്ല. ഏതായാലും അതാണ് തഖ്വ. ഇനി മുത്തഖികളുടെ ക്വാളിറ്റി പറയാൻ പോവാണ്. സൽമാൻ പറയും. ഉസ്താദ്, അപ്പൊ നമ്മൾ ഖുറാനെ അത്രമാത്രം നോക്കണമെന്നാണോ ഉസ്താദ് തഖ്വയുടെ അർത്ഥം എന്ന് പറയുന്നത്? തഖ്വ എന്നത് ഞാൻ പറഞ്ഞതല്ല, ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു കാര്യമാണ്. ഓരോ കാര്യം ചെയ്യുമ്പോഴും ഇത് ചെയ്യുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുമോ എന്ന് സൂക്ഷ്മതയോടെ ഓരോ കാര്യവും ചെയ്യണമേ എന്ന് ആ പറഞ്ഞതിന്റെ കണ്ടന്റ് അതാണ്, സാരാംശം. നോക്കൂ, അതാ അടുത്ത ആള്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ അവസരം തന്ന. സാറിന്റെ അവിടെ മഴ ഉണ്ടോ? മഴ പെയ്യുന്നുണ്ട് പുറത്ത്, ചെറിയ രീതിയിൽ, വലിയ മഴ ഒന്നുമില്ല. അൽഹംദുലില്ലാ, മഴ നല്ലതാണ്, പെയ്യട്ടെ. മഴ അള്ളാന്റെ നിഅമത്താണ്. അള്ളാഹ് മഴ തന്നില്ലായിരുന്നെങ്കിൽ നമ്മളൊന്നും. അതാ വെള്ളം കുടിക്കുന്ന ബിസ്മില്ലാ ദേശാന്. ബിസ്മില്ല ഇല്ലാന്ന് പറ. ബിസ്മില്ല. ചെല്ലിയിട്ടില്ലല്ലോ എന്ന് പറ. ഇപ്പൊ ചൊല്ലാനല്ല, ചെല്ലിയിട്ടില്ലാന്ന് പറയും. ഓക്കെ, അപ്പൊ അത് ബിസ്മി ചെല്ലാതെ കുടിക്കുക എന്ന് പറഞ്ഞാല് നമ്മൾ അതിന്റെ വാല്യൂ കൊടുക്കണം. അള്ളാഹ് അത്രയും ഈ വെള്ളം ഇങ്ങനെ, ഈ സൈക്കിൾ ഉണ്ടല്ലോ, കടലിൽ നിന്ന് ഇങ്ങനെ ആകാശത്തൂടെ മേഘങ്ങളായി വന്ന് മഴ പെയ്ത് ഭൂമിയിലൂടെ ഇറങ്ങി നമുക്ക് ആ സൈക്കിൾ ഇങ്ങനെ നടന്നുകൊണ്ടാണ് നമുക്ക് വെള്ളം കിട്ടുന്നത്. അതിൽ അള്ളാഹിനോട് എപ്പോഴും നമ്മൾ ശുക്ർ ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഫുഡ് കഴിക്കുമ്പോൾ ഒന്നും ഇഫ്താറിന് നോമ്പ് തുറന്നവര്, നാട്ടിലുള്ളവർ, യുഎഇയിലുള്ളവരും വരൊന്നും വേണ്ട, അവര് എല്ലാവരും ഇവിടെ ഒന്ന് വെള്ളം കുടിക്കരുതേ. മീറ്റിങ്ങിൽ വന്നിട്ട് വെള്ളം കുടിക്കരുതേ കേട്ടാ. ഇവിടെ നോമ്പുള്ളവരുണ്ട്, പിന്നെ നോമ്പുള്ളവരെ മുമ്പിൽ വെച്ചിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഓക്കെ, വേറെയുള്ള കൺട്രീസിലും നോമ്പ് ഇഫ്താർ ആയിട്ടില്ല. ഓക്കെ, ശ്രദ്ധിക്ക്. 5 ക്വാളിറ്റി പറയാൻ പോവാണ്. ഈ 5 ക്വാളിറ്റി ഉള്ളവര് തഖ്വ ഉള്ളവരാണ്. നിങ്ങൾക്ക് തഖ്വ ഉണ്ടോ ഇല്ലേ? തഖ്വ ഉള്ളവർക്ക് കൈപൊക്കി, തഖ്വ ഉള്ളവർക്ക് ഇങ്ങനെ കൈ കാണിച്ചേ. ഓക്കെ, നിങ്ങൾക്ക് തഖ്വ ഉണ്ടോ ഇല്ലേ എന്നുള്ളത്, ഓക്കെ ഡൗൺ. തഖ്വ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യാനുള്ള 5 കാര്യങ്ങൾ പറയാൻ പോവാണ്. ഈ 5 കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ 5 കാര്യങ്ങൾ ഉണ്ടാവണം. ഞാൻ 5 കാര്യം പറഞ്ഞു കഴിഞ്ഞ് നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കും, 5 കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന്. ഓക്കെ, ദാലിക്കൽ കിതാബു ലാ റൈബ ഫീ ഹുദൻ ലിൽ മുത്തഖീൻ. ഓക്കെ, ഞാനത് ഷെയർ ചെയ്തിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഞാൻ ഷെയർ ചെയ്തത് നിങ്ങൾ കാണുന്നുണ്ടോ? കാണാത്തവരെന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. കാണാത്തവര് നിങ്ങളുടെ സ്ക്രീന് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ സ്വൈപ്പ് ചെയ്താൽ കാണാൻ പറ്റും. എത്ര പേർക്ക് ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ട്? കാണാത്തവര് പിന്നെ സ്ക്രീൻ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ സ്വൈപ്പ് ചെയ്താൽ മതി. ഓക്കെ, ഇതാണ് സൂറത്തുൽ ബഖറ. ഏതാണ് സൂറത്തിന്റെ പേര്? ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കേ. ഇത് കഴിഞ്ഞിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുക. ഇപ്പൊ തന്നെ ചോദിക്കുക. ഒരു ലൈവ് ക്വസ്റ്റ്യൻ ക്വിസ് നടത്താൻ പോവാ ഞാൻ. അപ്പൊ നിങ്ങൾ ആൻസർ പറയണം. അപ്പൊ ഇതില് ആദ്യത്തെ 5 ആയത്തിലാണ് ഈ 5 ക്വാളിറ്റീസ് പറയാൻ പോകുന്നത്. ആയ നമ്പർ 2 പറയുന്നത് നേരത്തെ പറഞ്ഞത്, ദാലിക കിതാബ് ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. മുത്തഖികൾക്ക് ഹുദയാണ് ഖുർആൻ എന്നതിൽ യാതൊരു ഖുർആനാകുന്ന ഈ കിതാബ്, ഈ പുസ്തകം, ഈ അള്ളാന്റെ വാക്കുകൾ, ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ, തഖ്വയുള്ള സൂക്ഷ്മാലുകളായ, തഖ്വയോടെ നേരത്തെ പറഞ്ഞ അള്ളാഹുവെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് സന്മാർഗദായകമാണെന്നതിൽ യാതൊരു സംശയമില്ല. രണ്ടാമത്തെ ആയത്ത് കേട്ടോ. ഞങ്ങളോട് ചോദിക്കേ, ശരിക്കും മനസ്സിലാക്കി വെച്ചോ. ഇനി ക്വാളിറ്റി പറയാൻ പോവാണ്. മുത്തഖികളുടെ ക്വാളിറ്റിയാണ് ഈ ആയത്തിന്റെ എൻഡ് വരെ പറയാൻ പോണത്. ക്വാളിറ്റി നമ്പർ 1, എഴുതി വെക്കുന്നവർക്ക് എഴുതി വെക്കാം, ബുദ്ധിയുള്ളവർക്ക് മനസ്സിൽ എഴുതി വെക്കാം, ബുദ്ധിയുള്ളവർ മനസ്സിൽ ഓർത്ത് വെക്കാം. എന്നിട്ട് ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കും, ആൻസർ പറയണം. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. ഒന്നാമത്തെ ക്വാളിറ്റി, അവർ ഇൻവിസിബിൾ ആയ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവരാണ്. ഞാൻ ഒറ്റ പ്രാവശ്യം പറഞ്ഞു, എത്ര ബ്രൈറ്റ് ഉള്ള കുട്ടികൾ ഇതിലുണ്ട് ചെക്ക് ചെയ്യാൻ. നമ്പർ 2, വയുഖീമൂന സ്വലാത്ത്, അവർ നിസ്കാരക്കാരാണ്. നമ്പർ 3, അവർ ദാനശീലരാണ്, സദഖ ചെയ്യുന്നവരാണ്. നമ്പർ 4, അവർ അംബിയ മുർസലുകളിൽ, നമ്മുടെ നബിയിൽ മാത്രമല്ല വേദങ്ങളിലും അംബിയ മുർസലുകളിലും വിശ്വസിക്കുന്നവരാണ്. നമ്പർ 5, വബിൽ ആഖിറ, പരലോകത്തിൽ വിശ്വസിക്കുന്നവരാണ്. അത്രയും കണ്ണിങ് ബ്രൈറ്റ് ഉള്ള ആർക്കെങ്കിലും അത് പറയാൻ പറ്റുമോ? 5 കാര്യങ്ങൾ പറഞ്ഞു. Who can say 5 important qualities of a muttaqi? Mahfuz. ഒന്ന് കിട്ടിയില്ലേ? 5 കിട്ടിയില്ല, 1 കിട്ടി. ഞാൻ കിട്ടിയേ പറ. الذين يؤمنون بالغيب. ഗൈബില്, ഗൈബ് എന്ന് പറഞ്ഞാൽ എന്താണ്?
ആതിഫെ ഗൈബ് എന്താണ്? ആതിഫെ ഇവിടെ ശ്രദ്ധിക്കണം. നീ എന്താണ്? ഹംദാന് ഗൈബ് എന്താണ്? ഫസ്റ്റത്തത് ഇൻവിസിബിൾ ആയിട്ടുള്ള എല്ലാത്തിനും വിശ്വസിക്കുന്നവരാണ്. രണ്ടാമത്തേത് നമസ്കരിക്കുന്നവരാണ്. മൂന്നാമത്തത് മറ്റേ സദഖ. ഓക്കെ. പിന്നെ സ്വതക്ക. നാലാമത്തെ അമ്പിയാക്കളായാലും ഓക്കെ. വിശ്വസിക്കുന്നവര്. അഞ്ചാമത്തെ പരലോകത്തിൽ വിശ്വസിക്കുന്നവരാണ്. മാഷാ അല്ലാഹ്, ഗുഡ് ബോയ്. ഒരാളെങ്കിലും ഉണ്ടായല്ലോ ഇഷാന അല്ലേ? ഇഷാന അവനക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കണം കേട്ടോ എന്റെ വക. ഓക്കെ, ഇന്ന് ഇത് പറഞ്ഞു കേട്ടാ, നീ കൊടുത്താൽ മതി. ഓക്കെ, മാഷാ അല്ലാഹ്. അത് നല്ലൊരു കാര്യമാണ് അല്ലേ? അതായത് ഒരു കാര്യം പറഞ്ഞ അപ്പൊ തന്നെ 5 കാര്യങ്ങളും പെട്ടെന്ന് ക്യാച്ച് ചെയ്തു. മാഷാ അല്ലാഹ്. ഓക്കെ, 5 ക്വാളിറ്റീസ്. ഓക്കെ, ഇനി ഈ ക്വാളിറ്റി നമ്മിലുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോവാണ്. ഒന്നാമത്തെ ക്വാളിറ്റി, ഗൈബിൽ വിശ്വസിക്കുന്നവരൊക്കെ ആരൊക്കെയാണ്? ഗൈബിയായ കാര്യം, ഗൈബിയായ തിങ്സ് എന്തൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞേ. ഗൈബായ കാര്യങ്ങൾ, ഇൻവിസിബിൾ തിങ്സ് എന്തൊക്കെ ഉണ്ട് ഇവിടെ പറഞ്ഞേ. ഷെസാൻ ഒന്ന് പറ. ഇൻവിസിബിൾ ആയ കാര്യം, കാണാൻ പറ്റാത്തത്. എന്താണ്? ആൾക്കാരെ പിന്നെ നമ്മൾ കാണുന്നില്ലേ? നിങ്ങളെ ഞാൻ കാണുന്നില്ല, എന്നെ നിങ്ങൾ കാണുന്നില്ലേ? ഇൻവിസിബിൾ ആയിട്ടുള്ള റിയൽ ആയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ്? ആതിഫ് ഇവിടെ 2 മലക്കുണ്ട്. 2 മലക്കുകൾ ഇവിടെ ഉണ്ട്, റൈറ്റും ലെഫ്റ്റും. നമ്മുടെ ഫുൾ ഓഡിയോ വീഡിയോ റെക്കോർഡിംഗ് ഉണ്ട്. ഓക്കെ, സൽമാന്. അല്ലാഹു. എടാ, നിങ്ങൾ 2 പേരും ഇരിക്കും. നിങ്ങൾ ഒരാൾ മടിക്കറി ഇരിക്കുക, ഒരാള് 2 പേർക്ക് ഇരിക്കാൻ സ്പേസ് കൊടുക്കുക. അള്ളാഹു ഇൻവിസിബിൾ ആണ്, അള്ളാഹുവിനെ കാണുന്നില്ലല്ലോ. അപ്പൊ അള്ളാഹു, മലക്കുകള്, പിന്നെ മലക്കുകൾ. പിന്നെന്താണ് ഇൻവിസിബിൾ ആയിട്ടുള്ള കാര്യം? മഹ്ഫൂസ്, ജിന്നുകള്, ജിന്ന് വർഗത്തെ നമ്മൾ കാണുന്നില്ല. റിസ്വാൻ, പിന്നെന്താ? ഷെയ്ത്താൻ. ശരിയാണല്ലോ, ഷെയ്ത്താൻ ഇൻവിസിബിൾ ആണല്ലോ. ജിന്ന് വർഗത്തിൽ പെട്ടല്ലോ ഷെയ്ത്താൻ വേറെ ടീം തന്നെയാണ്. ഓക്കെ, പിന്നെ ജവഹർ. പ്രവാചകന്മാർ ഇൻവിസിബിൾ അല്ലല്ലോ, ഒരു വിസിബിൾ അല്ലേ? ഒരു വിസിബിൾ ആണ്, അവർ ജീവിച്ച് മരണപ്പെട്ടു പോയി, ഹയാത്തിൽ ഉണ്ടായിരുന്നവരാണ്. പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് മലക്കുകളല്ലാതെ തന്നെ പരലോകം, ബർസഖ് ജീവിതം, സ്വർഗം, നരകം, ഇതൊക്കെ നമ്മൾ ആഖിറത്ത്, പരലോകത്തിലുള്ള ഖിയാമത്ത്, യൗമുൽ ഖിയാമ, ഇതൊക്കെ ഇൻവിസിബിൾ ആയ കാര്യങ്ങളാണ്, ഖദർ, അള്ളാഹിന്റെ ഖദറുകൾ. അപ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ വിശ്വസിക്കുന്ന ആളുകളെയാണ് എന്ത് പറയുന്നത്? ഗൈബിയായ കാര്യത്തിൽ വിശ്വസിക്കുന്നവർ എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ ക്വാളിറ്റി, ഈ ക്വാളിറ്റി ഉള്ളവരൊക്കെ ആരൊക്കെയാണ്? നിങ്ങൾക്കൊക്കെ അങ്ങനെ വിശ്വാസം ഉണ്ടോ? വിശ്വാസം ഉണ്ടായ പോരല്ലോ, അങ്ങനെയുള്ള തെറ്റുകൾ ചെയ്യാതിരിക്കാനുള്ള മനസ്സ് വേണം അല്ലെ? തെറ്റുകൾ ചെയ്യാതിരിക്കാനുള്ള മനസ്സ്. ഖുർആൻ ഓതുമ്പോ കൊച്ചു ചെറിയ തെറ്റുകളൊന്നും വരെ മനസ്സ് തെറ്റിലേക്ക് പോകാതെ സൂക്ഷ്മാലുക്കളായ ആളുകളായിട്ട് വരുമ്പോഴാണ് യുഅ്മിനൂന ബിൽ ഗൈബ്, അദൃശ്യ കാര്യങ്ങളിൽ അള്ളാഹു കാണുന്നുണ്ടല്ലോ അല്ലെ? അള്ളാഹു കാണുന്നുണ്ട് എന്ന് കരുതി നിങ്ങൾക്ക് ചെയ്യാമായിരുന്ന ഒരു തെറ്റ് നിങ്ങൾ ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കൈപ്പൊക്കി. അള്ളാഹു കാണുമെന്ന് കരുതിയിട്ട് നിങ്ങൾ ചെയ്യാൻ വിചാരിച്ച ഒരു തെറ്റ് ആരെങ്കിലും ചെയ്യാതിരുന്നിട്ടുണ്ടോ? നിങ്ങളെ ഓർമ്മയിലുണ്ടോ? അള്ളാഹു കാണുമല്ലോ, അതുകൊണ്ട് ഞാനത് ചെയ്യണ്ട, നോമ്പ് നോറ്റിട്ട് ടയേർഡായിട്ട് ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നല്ലൊരു ആരുമില്ലാത്ത സമയത്ത് അവിടെ ജഗ്ഗില് വെള്ളം കിടക്കുന്നുണ്ട്, ആരും അറിയില്ല, വേഗം ഒരു ഇത്തിരി ഒന്നെടുത്ത് കുടിച്ചു കഴിഞ്ഞാൽ ആരും അറിയില്ല. പക്ഷേ നിങ്ങൾ അള്ളാഹു കാണുന്നുണ്ട് എന്ന ബോധത്തോടു കൂടി അത് ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ അതാണ് ഗൈബിയായ വിശ്വാസം, അതാണ് ഗൈബിയായ ഈമാനുള്ള മുത്തഖികളുടെ ഒന്നാമത്തെ ക്വാളിറ്റി. രണ്ടാമത്തെ ക്വാളിറ്റി, യുഖീമുന സ്വലാത്ത്, നിസ്കരിക്കുന്നവർ കൈപൊക്കി. നിസ്കരിക്കുന്നവരെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. നിങ്ങൾ ഏത് തരം നിസ്കാരക്കാരാണ് എന്ന് പറയാം. തോന്നുമ്പോ നിസ്കരിക്കും, അല്ലെ നിസ്കരിക്കൂല, അങ്ങനെയുള്ള ഒരു കൈബുക്ക്. ഇന്ന് രാവിലെ സുബഹി നിസ്കരിക്കും. ഇന്ന് റമദാന്റെ കാര്യമല്ല പറയുന്നത്, റമദാൻ നിങ്ങൾ എല്ലാവരും നിസ്കരിക്കും, കാരണം നോമ്പ് ശരിയാവണേ നിസ്കാരം നിർബന്ധമാണല്ലോ. പിന്നെ മാത്രമല്ല റമദാനിൽ ഒരു സ്പെഷ്യൽ നിസ്കാരം ഉണ്ട് എല്ലാവർക്കും. റമദാൻ കഴിഞ്ഞിട്ടുള്ള ബാക്കി 11 മാസത്തെ കാര്യമാണ് പറയുന്നത്. നിസ്കാരം തോന്നുമ്പോ ചൊല്ലി എന്ന് പറഞ്ഞാൽ തോന്നുമ്പോ നിസ്കരിക്കാം. മരി നിസ്കരിക്കും, ഇശാ ഉണ്ടാവില്ല. ലോറ് നിസ്കരിക്കും, സുബഹി ഉണ്ടാവില്ല. ഓർമ്മ ഉണ്ടായി നിസ്കരിക്കില്ല, നിസ്കരിക്കൂല. ഇങ്ങനെയുള്ളവരെയാണ് തോന്നുമ്പോ ചൊല്ലി. പിന്നെയാണ് ആഴ്ചയിൽ ഒരിക്കൽ നിസ്കരിക്കുന്നവര്, ഡെയിലി പിന്നെ
ഡെയിലി നിസ്കരിക്കാത്തവർ, ഒരു ദിവസം നിസ്കരിക്കും പിറ്റേ നിസ്കരിക്കൂല, അങ്ങനെയൊക്കെ ഉള്ളവരെയാണ് പല പല നിസ്കാരം. ശരിക്കും നിസ്കാരം എന്നുള്ളത് 5 വക്ത് കൃത്യമായിട്ട് നിസ്കരിക്കുന്നവരെയാണ് ഈ പറഞ്ഞ യുഖീമൂന സ്വലാത്ത് എന്ന് പറഞ്ഞത്. ഒന്നാമത്തെ ക്വാളിറ്റി നിങ്ങൾക്ക് ഉണ്ടല്ലോ, ഗൈബിയായ വിശ്വാസം ഉണ്ടല്ലോ, ഉണ്ടോ? ഉണ്ട്. രണ്ടാമത്തെ ക്വാളിറ്റി എന്താണ്? നിസ്കാരക്കാര് 5 വക്ത് നിസ്കരിക്കുന്നവരൊക്കെ കൈപോക്ക്. അങ്ങനെ 5 എന്ന് കാണിച്ചാൽ 5 പേരില് 5 വക്ത് നിസ്കരിക്കുന്നവര്. ഓക്കെ, മാഷാ അല്ലാഹ്, തഖബ്ബൽ അല്ലാഹ്. അപ്പൊ 2 ക്വാളിറ്റി ആയി. ഇനി മൂന്നാമത്തെ ക്വാളിറ്റി സ്വതക്ക ചെയ്യുന്നവർ. സ്വതക്ക ചെയ്യുന്നവർ കൈപ്പൊക്ക്. ഒരു ഈത്തപ്പഴത്തിന്റെ ചീന്തെങ്കിലും കൊടുത്തിട്ട് നിങ്ങൾ സ്വർഗം നേടണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാ. ഈത്തപ്പഴത്തിന്റെ ചീന്ത് ഒരു അല്ലി കൊടുക്കുക, ഒരു ചെറിയ പീസ്. സ്കൂളില് ഫുഡ് കൊണ്ടുപോകും ടിഫിൻ ബോക്സിൽ അല്ലെ? നിങ്ങളുടെ ഫുഡ് ബോക്സ് തുറക്കുമ്പോൾ, ലഞ്ച് ബോക്സ് തുറക്കുമ്പോൾ അതിന്ന് ഒരു പീസ് എടുത്തിട്ട് അടുത്ത ഫ്രണ്ടിന് കൊടുത്തവരൊക്കെ കൈപൊക്കി. ഷെയർ ചെയ്തവര്, അയ്യവാ, അതാണ് സ്വതക്ക. ദാറ്റ് ഈസ് സ്വതക്ക. നിങ്ങൾക്ക് സൈക്കിൾ ഉള്ളവർ കൈപൊക്ക്. ഫ്രണ്ടിന് സൈക്കിൾ ഓടിക്കാൻ കൊടുത്തവര്, സ്വതക്ക അല്ലേ? എവിടെ നിന്നും കടയിൽ നിന്നൊക്കെ മിഠായി വാങ്ങിയിട്ട് നിങ്ങളുടെ വീട്ടിലുള്ള സിബ്ലിങ്സിനും അല്ലെങ്കിൽ ഫാമിലി ഫ്രണ്ട്സിനും കൊടുത്തവര്, സ്വതക്ക. റോട്ടിലിരിക്കുന്ന പിച്ചക്കാരന് പൈസ കൊടുത്തവർ, അതും സ്വതക്കയാണ്. അതും സ്വതക്കയാണ്. പക്ഷെ അത് പോലെ തന്നെ സ്വതക്കയാണ് ഇതൊക്കെ. ഓക്കെ, അള്ളാന്റെ അടുക്കൽ നിന്ന് നമുക്ക് പ്രതിഫലാർഹമായിട്ടുള്ള കാര്യം തന്നെയാണ്. നമ്മുടെ ഓൺ ആയിട്ടുള്ള സാധനം മറ്റുള്ളവർക്ക് നമ്മൾ കൊടുക്കുക. വയം നാമിനൽ മാഉൻ എന്ന് കേട്ടോ നിങ്ങൾ? സൂറത്തുൽ മാഉനില് നിസ്കരിക്കുന്ന ആളുകൾ, അങ്ങനെ നിസ്കരിക്കുന്ന ആളുകൾക്ക് ഉണ്ടാവേണ്ട ഏറ്റവും വലിയൊരു ക്വാളിറ്റിയാണ് മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള മനസ്സ്. കൊടുത്തവരൊക്കെ കൈപ്പൊക്ക്. കിട്ടിയവരല്ല, കൊടുത്തവര്. ശരി, ഈ റമദാനിൽ കൊടുത്തവര് കൈപ്പൊക്ക്. റമദാൻ മാസം എന്തെങ്കിലും ഒന്ന് ആർക്കെങ്കിലും ഒന്ന് എടുത്തു കൊടുത്തവര്, വീട്ടിലുള്ളവർക്കോ ഫ്രണ്ട്സിനോ സഹോദരന്മാർക്കോ അടുത്തുള്ളവർക്കോ ഒക്കെ കൊടുത്തവര്. ആർഫ കൊടുത്തണോ? ഇല്ല. ഇഷാന് കൊടുത്തണോ? എന്ത് കൊടുത്തു? എപ്പോ കൊടുത്തു? എന്താ കൊടുത്തത്? കൊടുത്ത എന്തിനാ കാണിച്ചു തരുന്നത്? കൊടുത്ത എങ്ങനെ പിന്നെ കാണിച്ചു തരാൻ പറ്റും? ഫോണോ? ഓ, ഫോണ് ഗെയിം കളിക്കാൻ കൊടുത്തതാണ്. അതൊരു കൊടുക്കലാണല്ലോ അല്ലെ? എന്നാലും അതും പിശുക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ചെറിയൊരു കാര്യം പോലും പിശുക്കുന്നവരുണ്ടല്ലോ. ഷെസാൻ എന്താ കൊടുത്തത്? മിഠായി കൊടുത്തു അല്ലെ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള മിഠായി നിങ്ങൾ തിന്നാതെ കൊടുത്തു. ഓക്കെ. സൽമാൻ സാലിഫ്, ഞങ്ങളാണെങ്കിൽ ഒരു പൈസ സ്വതക്കായിട്ട് കൊടുത്തു. സ്വതക്കായിട്ട് കൊടുത്തു. മാഷാ അല്ലാഹ്. ജൗഹർ, പള്ളിയില് ലബനപ്പെത്തിച്ച്. അതൊരു നമ്മുടെ ഫിസിക്കലി ചെയ്യുന്ന കുറെ കാര്യം, ഫിസിക്കലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങൾ ഒന്നാണ്. പള്ളിയിൽ പിന്നെ ലബനപ്പ് എത്തിച്ചു കൊടുത്തു, അതായത് പാല് കൊടുത്തു. ഡ്രിങ്ക്സ് ആണ് ലബനപ്പ് പറഞ്ഞാൽ. അവിടെ ഉള്ള മിൻഷ എന്താ കൊടുത്തത്? പൈസ കൊടുത്തു. ഓക്കെ. പിന്നെ കൊടുത്താരും എന്ന് തോന്നുന്നു അല്ലെ? കഴിഞ്ഞില്ലേ കൊടുത്തവര്? ഓക്കെ, ഇനി നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. പിന്നെ നമ്മുടെ നേരത്തെ ക്യൂസ് കണ്ടിന്യൂ ചെയ്യേണ്ടതുണ്ട്. നമുക്ക് ദുആ ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ആൻസർ സെഷൻസ് നമുക്ക് വെക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാലിഹായ ഒരു അമലായി നമ്മളിൽ നിന്ന് ഇന്നത്തെ ഒരുമിച്ച് ചേർന്നത് കബൂൽ ചെയ്യട്ടെ. ആമീൻ പറഞ്ഞേ. അല്ലാഹുമ്മ اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم رب ارحمهما كما ربيانا صغيرا. اللهم رب ارحمهما كما ربيانا صغيرا. اللهم رب ارحمهما كما ربيانا صغيرا. اللهم رب زدنا علما نافعا وعملا متقبلا ورزقا حلالا طيبا. اللهم أعنا على ذكرك وشكرك وحسن عبادتك. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا تقبل منا يا رب العالمين. آمين آمين رحمتك يا أرحم الراحمين. ഇനി ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ചോദിക്കാനുള്ള സമയമാണ്. ഇന്നലെ ചോദിച്ചതുപോലെ ഒരു 5 പേർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുക, എന്നിട്ട് എൻഡ് ചെയ്യാം. ഓൺലി 5. ഓക്കെ. ജൗഹർ, സ്വതക്കയോ സക്കാത്തോ എന്താ ഡിഫറൻസ്? സ്വതക്ക നിർബന്ധമല്ല, സക്കാത്ത് നിർബന്ധമാണ്. കഴിഞ്ഞില്ലേ? ഫർള് നിസ്കാരം സുന്നത്ത് നിസ്കാരം തമ്മിൽ പോലുള്ള കാര്യമാണ്. ഒന്ന്
പേഴ്സണലായിട്ട് അള്ളാഹുവായിട്ട് ഇഷ്ടത്തിന് വേണ്ടി ചെയ്യുന്നത്, മറ്റത് നിങ്ങളുടെ നിർബന്ധമായിട്ടും നമ്മൾ കൊടുക്കേണ്ട സക്കാത്താണ് വ്യത്യാസം. ഓക്കെ, ഉസ്താദ് എപ്പോഴാ ഈ ഗെയിമിന്റെ കുറിച്ചുള്ള നസീഹത്ത് പറയുന്നേ? ഗെയിമിന്റെ നമുക്ക് ഒരു ദിവസം പറയണം. ഇൻഷാല്ലാ ഒരു ദിവസം, വൺ ഡേ. ഓക്കെ, അല്ലെങ്കിൽ നമുക്കതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഗെയിമിനെ പറ്റി. ഇൻഷാല്ലാ ഒരു ഡേ നമുക്ക് അതിനു വേണ്ടി ചെയ്യണം, ഗെയിമിന്റെ പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും എല്ലാം. ഓക്കെ, പിന്നെ നെക്സ്റ്റ് എനിബഡി ക്വസ്റ്റ്യൻ കൺക്ലൂഡ് ചെയ്യട്ടെ? ക്വസ്റ്റ്യൻസ് ഉണ്ടോ? എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ല. അവിടെ അറുവ. സാറേ, നോമ്പ് സമയത്ത് പടക്കം പൊട്ടിക്കാൻ പാടിയല്ല. നോമ്പ് സമയത്ത് ഇതിനെ പടക്കം പൊട്ടിക്കണ്? അത് വിഷുവിനല്ലേ പൊട്ടിക്കല്? ഞാൻ ചോദിച്ചതാ. ഗൾഫിലൊക്കെ അങ്ങനെ ഒരു പൊട്ടിക്കലുണ്ട്. അത് നോമ്പ് തുറക്കുന്ന സമയത്ത്, അത് അവിടുത്തെ ട്രഡീഷണൽ, അവിടുത്തെ ഖലീജാണ്, ഇസ്ലാമിക് പാരമ്പര്യമല്ല. ഖലീജി എന്ന് പറഞ്ഞാല് പിന്നെ അവരുടെ പാരമ്പര്യമായിട്ടുള്ള ഒരു സംഭവമാണ്. അതായത് നോമ്പായിന്ന് എല്ലാവരും അറിയിക്കാൻ പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന സംവിധാനമാണ് വലിയൊരു പടക്കട് പൊട്ടിച്ചു കഴിഞ്ഞാൽ അറിയാം. കാരണം പണ്ട് കാലത്ത് ഈ ലൗഡ് സ്പീക്കർ കണ്ടുപിടിച്ചിട്ടില്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു. ലൗഡ് സ്പീക്കറിൽ ഇന്നിപ്പം ബാങ്ക് എല്ലായിടത്തും കേൾക്കണ്ട, അപ്പൊ അത് പടക്കം പൊട്ടിക്കേണ്ട ആവശ്യമില്ല. അല്ലാത്ത സമയത്ത് ഒരു വലിയ ശബ്ദം ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും അറിയാം കറക്റ്റ് ടൈമായി, നോമ്പ് തുറന്നോളൂ എന്ന് അറിയിക്കാൻ അന്ന് പണ്ട് വലിയൊരു ശബ്ദത്തിൽ പടക്കം പൊട്ടിക്കാറുണ്ടായിരുന്നു. പക്ഷെ ഇനി അതിന്റെ ആവശ്യമില്ല. കാരണം എല്ലാം അപ്ഡേറ്റഡ് ആയി, എല്ലായിടത്തും ഫോണുണ്ട്, മൊബൈലുണ്ട്, ടൈമുണ്ട്. അതുകൊണ്ട് അതിന്റെ ഒരു ആവശ്യം ഇനി ഇല്ല. ഓക്കെ, അത് ഞാൻ ആരെങ്കിലും വിഷുവിനോ വല്ല നേർച്ചക്കോ വഴിപാടിനൊക്കെ പൊട്ടിച്ചോട്ടെ. ഓക്കെ, ഒന്നുമില്ലല്ലോ? വാങ്ങി കൊടുത്തില്ലേ? നിസ്കരിക്കാനായി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും സലാം.